നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ ക്രൂശിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശിനോട് ഏകീഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറ്റവാളിയുടെ രക്തം മണ്ണിൽ വീഴുന്നത് ശാപമാണ് എന്ന് കരുതപ്പെട്ടിരുന്ന പേർഷ്യൻ ചിന്തയിൽ നിന്നുമാണ് കുരിശ് അഥവാ കഴുമരം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ സാമ്രാജ്യത്തിൽ കുരിശ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഴുമരം ഏറ്റവും കഠിനമായ അനുഭവങ്ങളുടെ അടയാളമായിട്ടും ശിക്ഷണ ഉപാധിയുമായിട്ടും പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് ക്രൂശ് ഒരു ആധ്യാത്മികതയുടെ ആകത്തുകയായ പ്രതീകമായി തീരുന്നത്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് തൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെയുള്ള അവസാന 6 മണിക്കൂറുകളിൽ മൊഴിഞ്ഞ 7 മൊഴികളാണല്ലോ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതിൽ 3-ാമത്തെ മൊഴിയാണ് നമ്മൾ ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ജോൺ ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു ചെറിയ നോവൽ എഴുതിയിട്ടുണ്ട്. മരിച്ചുപോയ തൻ്റെ ഏക മകനെ തിരിച്ചെടുക്കുവാൻ തന്നെ പരിപൂർണമായി നൽകിയ ഒരു അമ്മയുടെ കഥയാണ് ആ നോവൽ പറയുന്നത്. വിധവയായ ഒരമ്മ, ആ അമ്മയാണ് ഈ കഥയിലെ നായിക. അവൾക്ക് ഏകജാതനായ ഓമനപുത്രൻ, ആ പുത്രൻ മാത്രം അവൾക്ക് ആശ്രയം ആയിരുന്നുള്ളൂ. അവളുടെ ഏക പ്രതീക്ഷ ആ മകനായിരുന്നു, ആ മകനിലായിരുന്നു. നനച്ചിരിക്കാതെ അവനൊരു മാരകരോഗം പിടിപെടുന്നതാണ് നോവലിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. മാരകമായ രോഗത്തിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കുവാൻ ആ അമ്മ എന്ത് ത്യാഗവും സഹിക്കുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചു. വീടും പറമ്പും തനിക്കുള്ളതെല്ലാം വിറ്റ് കൂലിപ്പണിക്ക് പോയും ഭിക്ഷയെടുത്തുമെല്ലാം ആ അമ്മ തൻ്റെ മകനെ ആവോളം ചികിത്സിച്ചു. പക്ഷേ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് അവൾ ആഗ്രഹിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തു തന്നെ സംഭവിച്ചു. തൻ്റെ ജീവിതത്തിൽ നിന്നും ഈ മണ്ണിൽ നിന്നും ആ മകൻ അസുഖത്തിലൂടെ, രോഗത്തിലൂടെ മരണപ്പെട്ടു. തൻ്റെ എല്ലാമായിരുന്ന തൻ്റെ മകൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ അവൾക്ക് ഏറെ സമയം വേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ മാനസികമായി തകർന്ന ഈ അമ്മ മാനസികമായ ഒരു അവസ്ഥയിലേക്ക് മാനസിക രോഗിയായി തീരുന്നു. ഈ നോവൽ തുടർന്ന് നമ്മൾ കാണുന്നത് തൻ്റെ മകൻ്റെ ആത്മാവിനെ തേടി ഇറങ്ങുന്ന ഒരു അമ്മയെയാണ്. തൻ്റെ മകനെ ആത്മാവിനെ തേടി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരമ്മ. വഴിയിൽ ഈ അമ്മ മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. ആ സ്ത്രീയോട് ചോദിക്കുക, എൻ്റെ മകൻ്റെ ആത്മാവിനെ എനിക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ആ മറ്റു സ്ത്രീ പറഞ്ഞതിങ്ങനെയാണ്, നീ ഒരു താരാട്ട് പാടി എനിക്ക് കേൾപ്പിച്ചു തന്നാൽ ഞാൻ വഴി പറഞ്ഞു തരാം എന്ന്. തൻ്റെ മകൻ്റെ പ്രയാസത്തിൽ, മകൻ്റെ മരണം മുമ്പിൽ നിൽക്കുന്ന പ്രയാസത്തിൽ അതെല്ലാം മാറ്റി തൻ്റെ മകൻ്റെ ആത്മാവിനെ തനിക്ക് ലഭ്യമാകുമല്ലോ, കാണാമല്ലോ എന്ന് കരുതി ഈ അമ്മ ഒരു താരാട്ട് പാടി ആ സ്ത്രീയെ കേൾപ്പിക്കുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ആ സ്ത്രീ തൻ്റെ മുമ്പിലൂടെയുള്ള വഴി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഈ വഴിയെ നീ സഞ്ചരിക്കുക. മകൻ്റെ ആത്മാവിനെ തേടിയ ഈ അമ്മ ആ സ്ത്രീ കാണിച്ചു തന്ന വഴിയിലൂടെ പിന്നീട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ അമ്മ കണ്ടുമുട്ടുന്നത് ഒരു മുൾച്ചെടിയെയാണ്, മുൾപ്പടർപ്പിനെയാണ്. ആ മുൾപ്പടർപ്പിനോടും മാനസികമായി തകർന്ന ഈ സ്ത്രീ പറയുക, എൻ്റെ മകൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഈ മുൾപ്പടർപ്പ് പറഞ്ഞത്, എന്നെ ആലിംഗനം ചെയ്താൽ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം എന്നതായിരുന്നു. ആ സ്ത്രീ, ഈ അമ്മ തൻ്റെ മകനോടുള്ള ആഴമായ സ്നേഹം കൊണ്ട് ഈ മുൾപ്പടർപ്പിനെ വാരി പുണർന്നത്രേ. പിന്നെ കണ്ടെത്തിയത് മുമ്പോട്ട് പോയപ്പോൾ ഒരു തടാകമായിരുന്നു. ആ തടാകത്തോടും ഈ സ്ത്രീ ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു എന്ന് കഥാകാരൻ പറയുകയാണ്. ആ തടാകം ആവശ്യപ്പെട്ടത് വാടിയതെങ്കിലും കൊഴിയാറായതെങ്കിലും അവളുടെ മനോഹരമായ മുടിയായിരുന്നു. ആ മുടിയെല്ലാം അവൾ കത്രിക കൊണ്ട് കണ്ടിച്ച് ഈ തടാകത്തിന് നൽകുന്നുണ്ട്. അധികം വൈകാതെ ഒരു മനുഷ്യനെ ഇവൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ ആവശ്യപ്പെട്ടത്, അവനോട് ചോദിച്ചു, എൻ്റെ മകൻ്റെ ആത്മാവിനെ തേടുവാൻ എനിക്ക് വഴി കാണിച്ചു തരുമോ എന്ന്.
അവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ മനോഹരമായിരിക്കുന്ന ഈ കണ്ണുകളെ, 2 കണ്ണുകളെ എനിക്ക് നീ സമ്മാനമായിട്ട് നൽകണം എന്ന്. ആ അമ്മ ചിന്തിച്ചു അല്പനേരം. എൻ്റെ മകൻ്റെ ആത്മാവിനെ കാണുമ്പോൾ അവനെ കെട്ടിപ്പുണരുവാനും അവനെ ഒരു നോക്ക് കാണുവാനും അവൻ്റെ ആത്മാവിനെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമൊക്കെയാണ് ഞാൻ ഇത്രമാത്രം നടന്നത്. എങ്കിലും അവൾ പറയുക, ഇനി കണ്ടില്ലെങ്കിലും എന്താ, എൻ്റെ മകനെ എനിക്കൊന്ന് കെട്ടി വാരി പുണർന്നാൽ മാത്രം മതിയല്ലോ എന്ന് കരുതി ആ സ്ത്രീ തൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് അവന് കൊടുത്തു. ആ മനുഷ്യൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു വലിയ മൺകൂനയ്ക്ക് മുകളിൽ കൊണ്ടുപോയി നിർത്തി. കഥയും നോവലുമൊക്കെ, നോവലിലെ കഥകൾ ഇനിയും മുമ്പോട്ട് പോകുന്നുണ്ട്. നോവലിസ്റ്റ് വിവരിക്കുന്ന ഈ അമ്മയുടെ ചിത്രം ഇപ്രകാരമാണ്: മുടി മുറിച്ചെടുത്ത മൊട്ടത്തലയുള്ള അമ്മ, വഴി നടന്ന് തളർന്ന ശരീരം, മുൾപ്പടർപ്പിനെ ആലിംഗനം ചെയ്ത് ശരീരമാസകലം കീറിമുറിയപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീ, ചൂഴ്ന്നെടുത്ത കണ്ണുകളുള്ള ഈ സ്ത്രീ. അവസാനം കണ്ടുമുട്ടിയ ഈ മനുഷ്യൻ ഈ അമ്മയോട് ചോദിച്ചു, ഇതുവരെ ഇത്രമാത്രം ത്യാഗം സഹിക്കുവാനായിട്ട് നീ ഇങ്ങനെ അനുഭവിപ്പാൻ എന്താണ് കാരണം എന്ന്. അവൾ പറഞ്ഞു, ഞാനൊരു അമ്മയാണ്, മകനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അമ്മ. പ്രിയമുള്ളവരെ, മാനവകുലത്തിന് മനുഷ്യപുത്രൻ നൽകിയ അവസാനത്തെ ചില പാഠങ്ങളിലൊന്നാണ് അമ്മയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ബന്ധങ്ങളെ കൃത്യമായി പരിഗണിക്കുക എന്നുള്ളത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പറയുന്നത്, ക്രൂശിൻ്റെ സമീപം 5 പേര് നിന്നിരുന്നു എന്നുള്ളതാണ്. അവർ യേശുവിൻ്റെ അമ്മ മറിയ, അവളുടെ സഹോദരി ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലന മറിയം, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ യോഹന്നാൻ. യേശുക്രിസ്തു ശിഷ്യന്മാരിൽ നമുക്കറിയാവുന്നതുപോലെ ക്രൂശോളം ക്രിസ്തുവിനെ ഒരു ദൂരം പാലിച്ച് അനുഗമിക്കുവാൻ ധൈര്യം കാണിച്ച ഏക ശിഷ്യൻ എന്ന് പറയുന്നത് ഈ യോഹന്നാൻ മാത്രമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാനാവിലെ കല്യാണ സംഭവത്തിൽ പറയുന്ന പോലെ യേശു തൻ്റെ അമ്മയെ ഇവിടെയും അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീയെ എന്ന വാക്കുകൊണ്ടാണ്. മലയാളത്തിൽ നമ്മൾ സ്ത്രീയെ എന്ന് വായിച്ചാലും വളരെ ആഴത്തിൽ, വളരെ ഡിഗ്നിറ്റിയുള്ള ഒരു വാക്കായിട്ട് വേണം അഭിസംബോധന, ബഹുമാനവും മാന്യതയുമുള്ള ഒരു അഭിസംബോധനയായിരുന്നു ക്രിസ്തു തൻ്റെ അമ്മയെ ക്രൂശിൽ കിടന്ന് വിളിക്കുന്നത്. ക്രൂശിൽ കിടന്ന് മകൻ അമ്മയെ താഴേക്ക് നോക്കുന്നു. യേശു തിരിച്ചറിയുകയാണ്, ഇത്രമാത്രം തൻ്റെ വളർച്ചയിലും തൻ്റെ താഴ്ചയിലുമൊക്കെ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് ഇനിയൊരു മകൻ്റെ സംരക്ഷണവും കരുതലും ഏറെ അത്യന്താപേക്ഷിതമാണ്. എന്നാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യേശു തൻ്റെ മകനായിരിക്കെ തന്നെ ഈ അമ്മ മകൻ ബന്ധം തുടച്ചു മാറ്റുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ യേശു ഇവിടെ മുമ്പോട്ട് കൊണ്ടുവരികയാണ്. തൻ്റെ ബന്ധുവായിരുന്ന ഈ സ്നാപക യോഹന്നാൻ അല്ല ഈ ശിഷ്യനെന്ന് നമുക്കറിയാം. യാക്കോബിൻ്റെ സഹോദരനായ അപ്പോസ്തലനായ യോഹന്നാൻ എന്ന് വെച്ചാൽ സെബദി മക്കളിൽ ഒരുവനായ യോഹന്നാൻ. ചിലർ പറയുന്നത് മറിയയ്ക്ക് മറ്റു മക്കളില്ലായിരുന്നത് കൊണ്ടാണ് യോഹന്നാനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് യേശു എന്നുള്ളതാണ്. എന്നാൽ അതല്ല. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 3-ാം ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർക്ക് യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നീ ആൺമക്കളും 1-ലധികം പെൺമക്കളും ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ സുവിശേഷം തന്നെ മർക്കോസ് 6-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2-5 വാക്യം പ്രകാരം യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനെ മശിഹയായിട്ട് വിശ്വസിച്ചിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 69-ാം അധ്യായം 69-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു എന്ന്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്തെ വരുത്തുവാൻ ഞാൻ വന്നത്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ക്രിസ്തുവിൻ്റെ കുരിശ് ബന്ധങ്ങളെ പിളർക്കുന്ന വാളായിട്ട് പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് ചില ഇടങ്ങളിലെങ്കിലും ബന്ധങ്ങളെ തകർക്കുന്ന ഒരു വാളായിട്ട് കാണുവാൻ കഴിയുന്ന മനോഭാവം. എന്നാൽ നമ്മൾ യേശുവിൻ്റെ 3-ാം മൊഴിയിലൂടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയെ യാതൊരു കുരിശിൻ്റെ അനുഭവങ്ങൾക്കും തൂത്തെറിയുവാൻ, വലിച്ചെറിയുവാൻ, പറിച്ചു കളയുവാനായിട്ട് കഴിയുകയില്ല എന്ന് വളരെ അസന്നിഗ്ധ്യം യേശു കർത്താവ് തൻ്റെ ക്രൂശിൽ നിന്ന്, താൻ കിടക്കുന്ന കുരിശിൽ നിന്ന് തൻ്റെ 3-ാമത്തെ മൊഴിയിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബന്ധങ്ങളെ വളരെ കൃത്യമായിട്ട് ആഴത്തിൽ പരിഗണിക്കുവാൻ തന്നെയാണ് യേശു ക്രിസ്തു നമ്മെയും തൻ്റെ 3-ാമത്തെ മൊഴിയിലൂടെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പൂനെയിലുള്ള
ഒരു സ്കൂളിലെ അധ്യാപികയാണ് ജ്യോതിക എന്ന് പറയുന്ന ഒരു ടീച്ചർ. അവരുടെ ഭർത്താവ് ഷിരീഷ് എന്ന് പറയും. അവർ കോളേജ് പ്രൊഫസറാണ്. ഏതാണ്ട് 30-35 വയസ്സിൽ മധ്യേയുള്ള 2 യുവ ദമ്പതികൾ. അവർ വിവാഹിതരായി. ഒരു ആരോഗ്യവാനായ ഒരു മകൻ അവർക്ക് ഉണ്ട്. എന്നാൽ ആ മകൻ ജനിച്ചതിന് ശേഷം ഈ ദമ്പതികൾ ഒരു തീരുമാനമെടുത്തു, ഒരു കുഞ്ഞിനെ കൂടെ ദത്തെടുക്കണം എന്ന്. ഭൗതികമായും സാമ്പത്തികമായും ചെറുപ്പമായതുകൊണ്ട് മാത്രമല്ല, ആരോഗ്യപരമായ യാതൊരു പ്രയാസവും ഇല്ലാത്ത ദമ്പതികളായതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തീരുമാനത്തെ അവരുടെ ബന്ധുക്കളും വീട്ടുകാരുമെല്ലാം ഏറെ എതിർക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ സ്ത്രീ, ഈ ജ്യോതിക എന്ന് പറയുന്ന ഈ ടീച്ചർ ഒരു മകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുടുംബത്തെ അർത്ഥവത്വ ആക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, രക്തബന്ധത്തിനും അപ്പുറത്ത് കുടുംബത്തിൻ്റെ അവകാശികൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ദമ്പതികൾ നമുക്ക് രക്തബന്ധത്തിലും അപ്പുറമായിട്ടുള്ള മാനുഷികമായ ബന്ധത്തിൻ്റെ അമൂല്യമായ ഭാവം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കുടുംബത്തെ കുറിച്ച് സ്വന്തം ജീവിതത്തിലൂടെ ഈ ദമ്പതികൾ പങ്കുവെച്ചത് വിശാലമായ കാഴ്ചപ്പാടായിരുന്നു. കുരിശിലെ യേശുവും 3-ാമത്തെ മൊഴിയിലൂടെ നമ്മയും പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. യാതൊരു ഉപാധികളുമില്ലാതെ, യാതൊരു ക്രൈറ്റീരിയയും ഇല്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രായമായ മാതാപിതാക്കന്മാരെ, വാർദ്ധക്യത്തിൻ്റെ വൈഷമ്യം അലട്ടുന്നവരെ, മറ്റ് സീനിയർ സിറ്റിസൺ ആതുര ആലയങ്ങളിലേക്കൊക്കെ നമ്മൾ വലിച്ചെറിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ക്രിസ്തു നമുക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് നൽകുന്നത് വളരെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ബന്ധങ്ങളെ കൃത്യമായി ഏറ്റെടുക്കുവാൻ, പരിഗണിക്കുവാൻ എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകമേൽ എഴുതിയിടേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ കുരിശിലൂടെ തൻ്റെ കണ്ണുനീർ പങ്കിട്ടവർ തമ്മിലുള്ള ഒരു കുടുംബമായിട്ടാണ് യേശു ഇവിടെ ആ 3-ാമത്തെ മൊഴിയെ രൂപപ്പെടുത്തുന്നത്. കുടുംബം ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയതായിട്ട് രൂപപ്പെടുകയാണ്. കേവലം രക്തബന്ധത്തിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നിന്നും, വാചകത്തിൽ നിന്നും, ക്രിസ്തുവിൻ്റെ ആ 3-ാമത്തെ മൊഴിയിൽ നിന്നും ഒരു പുതിയ മാതൃപുത്ര ബന്ധം ആ കുരിശിൻ്റെ ചുവട്ടിൽ രൂപപ്പെടുന്ന ചിത്രമാണ് വിശുദ്ധ 3-ാമത്തെ മൊഴിയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പുതിയ കുടുംബമായി മാറുന്നതിലുള്ള ആഹ്വാനമാണ് യേശു നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സമൂഹത്തിൽ ശിഥിലമാക്കപ്പെടുന്ന നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൻ്റെ ഇന്നത്തെ പരിസരങ്ങളിൽ, ബന്ധങ്ങളിൽ കുടുംബത്തിന് തൻ്റെ ക്രൂശിലൂടെ നവദർശനവും നവമാനവും ഭാവവുമൊക്കെ എഴുതി ചേർക്കുകയാണ് 3-ാമത്തെ മൊഴിയിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മെയും നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും ഈ നവദർശനത്തിലൂടെ കർത്താവ് അനുഗ്രഹിക്കുവാനായിട്ട് സാഗൂതം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും നമ്മൾ വായിച്ചതുപോലെ ഇവിടെ തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനും ആ ശിഷ്യനെ തൻ്റെ അമ്മയിലേക്കും ഏൽപ്പിക്കുന്നതിലൂടെ യോഹന്നാൻ 19:25-27 യേശു കർത്താവ് ബന്ധങ്ങൾക്ക്, കുടുംബ ജീവിതങ്ങൾക്ക് പുതിയ മാനം, എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ഒരു മാനം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. യാതൊരു ഉപാധികളുമില്ലാത്ത ദൈവികമായ കുടുംബമായിട്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു മാതാവും ഒരു പുത്രനും പുതിയ ബന്ധത്തിൻ്റെ ഉപയോക്താക്കളായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് യേശുവിൻ്റെ 3-ാമത്തെ ഈ മൊഴിയും ഏറെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ മാതാപിതാക്കന്മാരെയും നമ്മുടെ മക്കളെയും നമ്മൾ എപ്രകാരമാണ് പരിഗണിക്കുന്നത് എന്നുള്ള വലിയ ചിന്ത, കർത്താവിൻ്റെ വലിയ ആ വെല്ലുവിളിയും അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനമായിട്ട് വേണം നമ്മൾ ഈ മൊഴിയെ ധ്യാനിക്കുവാനും മനനം ചെയ്യുവാനുമായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് പരിഗണിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ ആ പാദപീഠത്തിൽ നമുക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ അന്ത്യനിമിഷത്തിൽ പോലും ബന്ധങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് പുതിയ മാനം നൽകി കേവലം മാനുഷികമായ ബന്ധങ്ങൾക്കപ്പുറമായിട്ട് ദൈവികമായ ബന്ധങ്ങളുടെ രൂപീകരണം സാധ്യമാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ കർത്താവെ കാര്യക്ഷമമായി പരിഗണിക്കുവാൻ, ആത്മീയ ദർശനത്തോടെ, ക്രൂശ് നൽകുന്ന ദർശനത്തോടെ പരിഗണിക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.